പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മിക്സിയും മിക്സിയുടെ ജാറുകളും ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എത്ര കറ പിടിച്ചിട്ടുള്ള മിക്സിയും മിക്സി ജാറുകളും അതിൻ്റെ അടപ്പുകളും വാഷറുകളൊക്കെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു അടിപൊളി ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ദാ മിക്സിയുടെ ജാറൊക്കെ ഞാൻ സിങ്കിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റേത് സുജാത മിക്സിയാണ്. അതിൽ ഇതുപോലത്തെ 3 ജാറുകളാണ് വരുന്നത്. ജ്യൂസൊക്കെ അടിക്കാനുള്ളൊരു വലിയ ജാറും പിന്നെ അരിയൊക്കെ അരച്ചെടുക്കാനുള്ള ഇതുപോലത്തെ ഒരു ജാറും പിന്നെ പൊടിക്കാനുള്ള ഒരു ചെറിയ ജാറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. സുജാത മിക്സി അടിപൊളി തന്നെയാണ് കേട്ടോ. നല്ലതുപോലെ അരഞ്ഞു കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിക്കാനുള്ളതാണെങ്കിലും അരയ്ക്കാനുള്ളതാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാനും പറ്റും. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ മിക്സി ജാറിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കോട്ടിംഗ് ഒക്കെ ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എൻ്റെ മിക്സി ജാറിലൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ ചെളിയും കറയൊക്കെ ഉണ്ട്. പിന്നെ കുറേ കോട്ടിങ്ങൊക്കെ പോയിട്ടുള്ളതുമാണ്. കോട്ടിങ്ങൊക്കെ ഇളകിപ്പോയത് കൊണ്ടാണ് കേട്ടോ ജാറിൻ്റെ അടിഭാഗത്തൊക്കെ ഇത്രയും വൃത്തികേടായിട്ട് തോന്നുന്നത്. കോട്ടിങ് പോയ ആ ഭാഗമൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ബാക്കിയുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അതിൻ്റെ അടപ്പിൽ നിന്നൊക്കെ വാഷറൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ടൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലിക്വിഡിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലിക്വിഡിന് പകരം സോപ്പ് പൊടിയാണെങ്കിലും എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്ലോറക്സ് ആണ്. ക്ലോറക്സ് നമുക്ക് കരിമ്പനൊക്കെ പോയി കിട്ടാനൊക്കെ നല്ലതാണ്. അടപ്പിലും വാഷറിലും മിക്സി ജാറിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് നല്ലപോലെ തന്നെ കരിമ്പനൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകിപ്പോരാനായിട്ട് ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുള്ള കുറച്ച് വെള്ളമാണ്. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ അടപ്പും വാഷറൊക്കെ ഈ വെള്ളത്തിലൊന്ന് നമുക്ക് മുക്കി വെക്കാം. ഇതിങ്ങനെ ഓവർനൈറ്റ് വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇത് ക്ലീൻ ആയി കിട്ടും. പിന്നെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകിയെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ഒന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് ക്ലീൻ ചെയ്തെടുത്തത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് കമിഴ്ത്തി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്ലോറക്സ് ഞാൻ ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് നല്ലപോലെ തന്നെ അഴുക്കും കരിമ്പനൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്കും നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതും കുറച്ച് സമയം ഒന്ന് കുതിരാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. മിക്സി ജാറിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒന്ന് സൊല്യൂഷൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ കുതിർന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതായത് കണ്ടില്ലേ, മിക്സിയുടെ ഒരു ടോപ്പിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് നല്ല പോലെ തന്നെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. സുജാത മിക്സിയുടെ ഈ ടോപ്പിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് പോർഷൻ നമുക്ക് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നുള്ളത് ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് ഊരാനൊക്കെ ആയിട്ട് കുറേ ശ്രമിച്ചെങ്കിലും എനിക്കത് പറ്റിയില്ല. പിന്നെ ഒരുപാട് ബലം പിടിക്കാനൊന്നും നിന്നില്ല. എങ്ങാനും പൊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാവുമല്ലോ. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ബേക്കിംഗ് സോഡയും പാത്രം കഴുകുന്ന ലിക്വിഡും വിനാഗിരിയും ചേർത്താണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിൽ ഞാൻ ക്ലോറക്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സൊല്യൂഷൻ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിന് ശേഷം നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് ബ്രഷ് ഉപയോഗിച്ച് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കോട്ടൺ തുണി നമ്മുടെ സൊല്യൂഷൻ മുക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്തെങ്കിലും സ്റ്റിക്കോ അതല്ലെങ്കിൽ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന്
കോട്ടൺ തുണി വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇതല്ലെങ്കിൽ ബഡ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഉൾഭാഗത്തൊക്കെ ആയിട്ട് കോട്ടൺ തുണിയാണെങ്കിലും ടൂത്ത് പിക്കൊക്കെ ആണെങ്കിലും എത്തിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കോട്ടൺ തുണിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ ആണെങ്കിലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു കറയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ ഇതിൻ്റെ പുറം വശം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പുറം വശവും ഞാൻ കോട്ടൺ തുണി ഉപയോഗിച്ച് തന്നെയാണ് ഉരച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. സൊല്യൂഷൻ വെച്ച് എല്ലാ ഭാഗവും ഒന്ന് ഉരച്ചെടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തെ ഉൾവശവും ആദ്യം നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം. ടോപ്പിൻ്റെ ഉൾവശത്തെ എല്ലാ ഭാഗത്തേക്കൊന്നും തുണി എത്തിപ്പെടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കോട്ടൺ തുണി ചെറിയ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്തൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കറയൊക്കെ പോയി കിട്ടുന്നുണ്ട്. കോട്ടൺ തുണിക്ക് പകരം നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ആണെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. തുണി മുഷിയുന്നതിനനുസരിച്ച് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3-4 പീസോളം മാറ്റി കൊടുത്തതിന് ശേഷമാണ് ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വിധത്തിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം ഭാഗം നമുക്ക് കോട്ടൺ തുണി ഉപയോഗിച്ച് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ മിക്സി നമുക്ക് നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന മിക്സി ജാറും അതിൻ്റെ അടപ്പും വാഷറൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ കുതിർന്ന് കറയൊക്കെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബ്രഷ് വെച്ച് ഒന്നങ്ങ് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും. വാഷറിലൊക്കെ നല്ല പോലെ തന്നെ കറയും ചളിയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ, ഒരുപാടൊന്നും മെനക്കെട്ട് ഉരച്ചൊന്നും കൊടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിൻ്റെ അടിഭാഗത്തെ ഉൾവശം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
ഇതും ബ്രഷ് വെച്ച് ഒന്നങ്ങ് ഉരച്ചെടുത്താൽ മതി. നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. ഇതായത് കണ്ടില്ല, ഇതിലെ കറയും അഴുക്കൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ബ്ലാക്ക് ഭാഗം കാണുന്നത് അതിൻ്റെ കോട്ടിങ് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോട്ടിങ് ഒരു വൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു വൃത്തികേടായിട്ട് തോന്നുന്നത്. ബ്ലാക്ക് ആണെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും തന്നെ അറിയില്ല. മറ്റേ ജാറ് ഞാനിതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മിക്സി ജാറിൻ്റെ ഒരു ഉൾവശവും ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ലപോലെ തന്നെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മിക്സി ജാറും ക്ലീനായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലിയ ജാറിൽ അത്ര തന്നെ അഴുക്കും കറയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സി ജാറും അതിൻ്റെ അടപ്പും വാഷറൊക്കെ നല്ല പോലെ തന്നെ ഉണങ്ങി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.